ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ നീറ്റ് എക്സാമിന്റെ ഡേറ്റ് വളരെ അടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഒക്കെ ഒരു കൺസേൺ ആയിരിക്കും ഈ ഡ്രസ് കോഡിനെ കുറിച്ച്. നമ്മൾ കുറെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കൂലേ, അത് പറ്റില്ല ഇത് പറ്റില്ല. അപ്പൊ നമുക്കൊരു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മൾ എന്ത് ധരിക്കും, നമ്മൾ എക്സാം പിടിച്ച് പുറത്താക്കുമോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഡ്രസ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഭയങ്കര ലാഘവത്തോടെ എടുക്കേണ്ട കാര്യമല്ല. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ഡ്രസ്സാണ്. അല്ലാതെ ഒത്തിരി പ്രിന്റ് ഉള്ള, ഒത്തിരി പ്ലീറ്റ് ഉള്ള, ഒത്തിരി ഫ്രില്ലുള്ള, പിന്നെ മെറ്റാലിക് ബട്ടൺസ് ഉള്ള ഇത്തരം ഡ്രസ്സുകൾ നമ്മൾ ഒഴിവാക്കുക. അതൊക്കെ നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യാനും, പിന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെട്ടെന്ന് ഒരു ടെൻഷൻ, നമുക്ക് ഇതും ഒരു ഓവർ ടെൻഷൻ ആയിട്ട് മാറും. അപ്പം ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇതാണുള്ളത്. അവർ സിമ്പിൾ ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രസ്സിന്റെ കൈ എന്ന് പറയുന്നത് ഫുൾ കൈ നിങ്ങൾ ഇടാതിരിക്കുക. ഫുൾ സ്ലീവ് വരുന്ന സമയത്ത് അവരത് ചില സമയത്ത് കട്ട് ചെയ്യും. ഈവൻ ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ കുറച്ച് കയറിയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഈവൻ ഞാൻ എക്സാം ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിൽ ഇരുന്ന ഒരു കുട്ടി, ഇത്രയും കുട്ടീന്റെ സ്ലീവ് ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് പോലും ആ കുട്ടീന്റെ സ്ലീവ് കട്ട് ചെയ്ത് ഇത്രയാക്കി. അപ്പൊ ആ കുട്ടിക്ക് അത് പെട്ടെന്ന് ആ സമയത്ത് ഒരു ഓൾറെഡി ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഇതും കൂടി ചെയ്തപ്പോൾ ഒന്നുകൂടെ ടെൻഷനായി. അപ്പം നമ്മൾ അതുകൊണ്ട് കഴിവതും നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഹാഫ് സ്ലീവ് ഇട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോവുക. പിന്നെ നിങ്ങളൊരു കൾച്ചറൽ ഡ്രസ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെന്ററിൽ അത് അലോഡ് ആണ്. പക്ഷെ നിങ്ങൾ 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാം സെന്ററിൽ എത്തിയിട്ട് നിങ്ങളത് പരിശോധനയ്ക്ക് വിധേയാവേണ്ടി വരും. കാരണം വെച്ചാൽ അവര് അലോ ചെയ്യും, പക്ഷെ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ഓൾറെഡി അറിയാം, അവർ ചെക്ക് ചെയ്യും എന്ന കാര്യം നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കുക. അപ്പം സ്ത്രീകൾ തന്നെയായിരിക്കും, എന്നാൽ പോലും എക്സാം സെന്ററിൽ നമ്മൾ 2 മണിക്കൂർ മുമ്പെങ്കിലും എത്തിയാൽ മാത്രമേ നമുക്കത് ചെക്ക് ചെയ്ത് നമുക്കൊരു സമാധാനത്തോടെ എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇടാം. ലെഗിൻസ് അലോഡ് ആണ്, ജെഗിൻസും ഞാൻ ഇട്ടിട്ടുണ്ട്, അലോഡ് ആണ്. അപ്പൊ അതിനോട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെറ്റാലിക് ബട്ടൺസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, കാരണം അത് ഡിറ്റക്ട് ചെയ്യും. അപ്പം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക പെൺകുട്ടികളുടെ കാര്യത്തിൽ. പിന്നെ കോളർ ഉള്ളതും ഒഴിവാക്കാം. ഇനി ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഷർട്ടും ടീഷർട്ടും നമുക്ക് യൂസ് ചെയ്യാം. രണ്ടിനും ഹാഫ് സ്ലീവ് ആയിരിക്കണം. പിന്നെ പാന്റ് ആണെങ്കിൽ നോർമൽ പാന്റ് ആയിരിക്കണം, അല്ലാതെ കാർഗോ പാന്റ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബട്ടൺസ് അല്ലെങ്കിൽ ഒരുപാട് പോക്കറ്റ്സ് ഒക്കെ വരുന്ന അങ്ങനത്തെ കുറച്ച് തൂങ്ങുന്നൊക്കെ ആയിട്ടുള്ള പാന്റുകളൊക്കെ ഒഴിവാക്കുക. ഭയങ്കര ലൂസ് ആയിട്ടുള്ള പാന്റ് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒഴിവാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ചെരുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഷൂ പാടില്ല, പിന്നെ ക്രോക്സും പാടില്ല. കാരണം അതൊക്കെ കാല് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന സാധനങ്ങളാണ്. സോ അവർ ഉദ്ദേശിക്കുന്നത് സാധാ സ്ലിപ്പേഴ്സ് ആണ്. അപ്പൊ നമ്മളെ കയ്യിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെരുപ്പ് ഇട്ട് പോയാൽ മതി. ഇനി ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികളെ. ഗോൾഡ് ഓർണമെന്റ്സിൽ നമുക്ക് അവര് എക്സാം സെന്ററിൽ വെച്ച് നമ്മളോട് ഊരി വാങ്ങിക്കും വേണ്ടി. അപ്പൊ നമ്മൾ വീട്ടിൽ അത് ഊരി വെച്ചിട്ട് മാത്രം പോവുക. കാരണം എക്സാം സെന്ററിൽ നിന്നാണ് അവരത് ഊരാൻ പറഞ്ഞത്, നമുക്ക് അത് അവിടെ ഇവിടെ വെച്ച് മിസ്സായി പോകും. അപ്പം ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ വീട്ടിൽ ഊരി വെച്ച് ഓർണമെന്റ്സ് ഇല്ലാതെ തന്നെ നമ്മൾ അവിടത്തേക്ക് പോകാം. പിന്നെ രണ്ടാമത് മുടി എങ്ങനെ കെട്ടണം എന്നാണ്. മുടി ഇപ്പൊ ഞാൻ കെട്ടിയ കണക്ക് ഒരു പോണി വെച്ച് കെട്ടിയാൽ മതി. ആ മുടി കെട്ടുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മെറ്റലിന്റെ സാധനം ആവാതിരിക്കുക. പിന്നെ ഞാൻ എക്സാം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടും അവരെന്നോട് മുടി അഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ മുഴുവൻ ചെക്ക് ചെയ്തു, എന്നിട്ട് എന്നോട് തിരിച്ച് കെട്ടിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ആ ഒരു സെന്ററിൽ മേ ബി ഉണ്ടാകും. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അപ്പൊ അവർക്കൊരു ടെൻഷൻ വരും. അപ്പൊ ഞാൻ പറ്റി പറയാനുള്ള വെച്ചാൽ ഇങ്ങനത്തെ പല പല സിറ്റുവേഷൻസും അവരുണ്ടാവും. അവരിതൊക്കെ എല്ലാം ചെക്ക് ചെയ്യും. അത് അവരുടെ പണി അവർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ അത് ഭയങ്കര ടെൻഷൻ ആവാൻ നിന്നാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് പഠിച്ചല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ടെൻഷനിൽ നിൽക്കുമായിരിക്കും. അപ്പം ഇതും കൂടി ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓവറായിട്ട് നമ്മൾ ആ സമയത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അവര് എന്തായാലും നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അവർ ജസ്റ്റ് അവരുടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വാച്ച്, സൺഗ്ലാസ്, തൊപ്പി, പെന്ന് ഇത്ര ഒന്നും നമുക്ക് എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പെണ്ണൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അവരുടെ പെണ്ണ് നമുക്ക് തരും. അപ്പം ഈ സാധനങ്ങളൊന്നും നമ്മൾ എക്സാം ഹോളിൽ കേട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് സ്പെറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് സ്പെറ്റ്സ് ഇട്ടിട്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് പല്ലിന് കമ്പി ഇട്ടിട്ടുള്ള ആണെങ്കിലും നമുക്ക് അതും കുഴപ്പമില്ല. ആ മെറ്റൽ ആണെങ്കിൽ പോലും അതൊരു കുഴപ്പമില്ല. അത് നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് അതിട്ട് കയറാൻ വേണ്ടി പറ്റും. അതും എക്സാമിന് മുമ്പ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത്രയായിട്ടുള്ളൂ ഡ്രസ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അവർ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് വേണം ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ല ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡ്രസ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി ചെക്കിങ് പ്രോസസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എക്സാം ഹോളിലേക്ക് പോവുക. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സാം സെന്ററിലോട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുമ്പെങ്കിലും നിങ്ങൾ എത്താം.
അതാകുമ്പോൾ നമുക്ക് വളരെ സമാധാനത്തോടെ ഈ ഒരു എന്താ പറയാ നമ്മുടെ ഒരു എക്സാമിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ പറയുക ഹരിപരയായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാകാത്ത ഒരു അവസ്ഥ വരും. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് നേരത്തെ തന്നെ എക്സാം സെന്ററിലേക്ക് എത്താൻ പറ്റാത്രയും നല്ലത്. 1 മണിക്കൂർ മുമ്പെങ്കിൽ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് എത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ ഡ്രസ് കെയർ ചെയ്യുന്ന ആളാണെങ്കിൽ 2 മണിക്കൂർ മുമ്പെങ്കിലും എത്തുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും